പ്രത്യേകതരം മാന്യതയുടെ ഒരു മുഖമാണ് കേരളത്തിലെ CPM ഇപ്പോൾ അണിഞ്ഞിരിക്കുന്നത്. കാരണം ഒരു പത്രക്കുറിപ്പിന്റെ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളമാണ്. പക്ഷെ ആ പത്രക്കുറിപ്പിന്റെ രണ്ടാമത്തെ സെന്റൻസ് തൊട്ട് സത്യവും മാന്യവുമാണ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം മാന്യതയുടെ മുഖമാണ് CPM-ന്റേത്. ഇപ്പൊ നമുക്ക് ഈ വിഷയം തന്നെ എടുത്താൽ, ഈ ബഹുമാനപ്പെട്ട ജയിക്ക് ഈ കഴിഞ്ഞ ദിവസം മനോരമ ചർച്ചയിൽ വന്ന് പറഞ്ഞത് എന്താ? ഹിന്ദു ദിനപത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂ കൊടുത്തതെന്നാണല്ലോ ശ്രീ ജയിക്ക് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? TK ദേവകുമാറിന്റെ മകൻ, അയാള് പണ്ട് തൊട്ടേ നമ്മളുമായിട്ട് പരിചയമുള്ള ആളാണ്, അയാളുടെ നിലപാട് എനിക്കറിയാം, അയാൾ വന്ന് ഹിന്ദു ദിനപത്രത്തിന് വേണ്ടി ഒരു ഇന്റർവ്യൂ കൊടുക്കണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് കൊടുത്തു എന്നാ. ഇപ്പൊ പച്ചക്കള്ളം ആരാണ് പറഞ്ഞതെന്നുള്ളത് വളരെ വ്യക്തമല്ലേ? CPM-കാർ യൂട്ടേൺ അടിച്ച് ഉൾട്ടയടിച്ചത് എത്രമാത്രമാണെന്ന് നമുക്കറിയാമല്ലോ. ഇനി അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ ഇന്റർവ്യൂവിനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, ഹിന്ദു ദിനപത്രത്തിന്റെ വളരെ കൃത്യമായി അവർ പറയുന്നത് ഒരു PR ഏജൻസി അവരെ സമീപിക്കുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ വേണമെന്ന് പറയുന്നു. ആ ഇന്റർവ്യൂ എടുത്തതിന് ശേഷം ആ PR ഏജൻസി എഴുതി തയ്യാറാക്കി ഗോൾഡ് സ്പെങ്ക്ലിംഗുമായി ബന്ധപ്പെട്ട ഇതും കൂടി അതിന്റെ കൂടെ വെക്കണം എന്ന് പറയുന്നു. അപ്പൊ അതിനകത്തുനിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന കാര്യം എന്താ? ഒന്ന്, PR ഏജൻസി ഉണ്ട്. രണ്ട്, PR ഏജൻസിയുടെ 2 പ്രതിനിധികൾ ഈ ഇന്റർവ്യൂവിന്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. 3, എഴുതി തയ്യാറാക്കിയ ഒരു കുറിപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഹിന്ദു പറയുന്നത് ആ എഴുതി തയ്യാറാക്കിയ കുറിപ്പ് മുഖ്യമന്ത്രി പറഞ്ഞതല്ലായിരുന്നു, അതുകൊണ്ട് അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഈ വാർത്തയിൽ ഉള്ള തെറ്റ് ഞങ്ങൾ രേഖപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ, തങ്ങളുടെ അടുക്കിലേക്ക് സമീപിച്ച PR ഏജൻസിയെ ഉത്തമ വിശ്വാസത്തോടു കൂടി ഹിന്ദു ദിനപത്രം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ PR ഏജൻസി അവർ കൊടുത്ത ഒരു വാർത്തയെ അവർ കൊടുത്തു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇനി അതും മാത്രമല്ല, ഇപ്പൊ PR ഏജൻസി ഇല്ല എന്ന് പറയുമ്പോ PR ഏജൻസിയുടെ 2 പ്രതിനിധികൾ അവിടെ പങ്കെടുത്തുവല്ലോ. ഇപ്പോ നിഷയ്ക്ക് അറിയാമല്ലോ, കേരള ഹൗസിൽ, കേരളത്തിന്റെ മുഖ്യമന്ത്രി താമസിക്കുന്ന സ്ഥലം, അതായത് കേരള ഹൗസിൽ നമ്മൾ കയറുമ്പോൾ ഇടതുവശത്ത് മുഖ്യമന്ത്രിക്കും ഗവർണർക്കും മാത്രമായിട്ടുള്ള കെട്ടിടം, ആ കെട്ടിടത്തിലേക്ക് ഒരു സാധാരണക്കാരന്, എന്തിന്, നിങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകർക്ക് മുഖ്യമന്ത്രിയുടെ ചീഫ് മിനിസ്റ്റർ സെക്യൂരിറ്റിയുടെ അനുമതി ഇല്ലാതെ നമ്മൾ കയറി ചെല്ലാൻ സാധിക്കൂ? കേരള ഹൗസിന്റെ മറ്റിടങ്ങളിലേക്ക് നമുക്ക് കയറി ചെല്ലാം. കേരള ഹൗസിൽ മുഖ്യമന്ത്രി താമസിക്കുന്ന ആ പ്രത്യേക സമുച്ചയത്തിലേക്ക് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ചീഫ് മിനിസ്റ്റർ സെക്യൂരിറ്റി ഇല്ലാതെ കയറി ചെല്ലാൻ പറ്റുമോ? ആ ഇടത്താണ് മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുന്ന സ്വകാര്യ റൂമിൽ ഒരു PR ഏജൻസിയുടെ ഇന്ത്യയുടെ തലവൻ എന്ന് പറഞ്ഞാൽ RSSുമായി അടുത്ത ബന്ധമുള്ള PR ഏജൻസിയുടെ ആള് കയറി ചെന്നിരുന്നത്. പക്ഷേ അയാൾ ആ മാധ്യമ പ്രവർത്തകനാണ് ഞാൻ എന്ന് കരുതിയെന്ന് നിഷ്കളങ്കനായ മുഖ്യമന്ത്രി പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ പാകത്തിന് മണ്ടന്മാരാണോ നിഷ നമ്മൾ? ഇനി അതും മാത്രമല്ല, ഇതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ എടുക്കേണ്ടത് എങ്ങനെയാണ്? സെപ്റ്റംബർ 13 മുമ്പ് PR ഏജൻസിയുടെ ആളുകൾ ഒപ്പമുണ്ടായിരുന്നു. ഇത് അറേഞ്ച് ചെയ്ത PR ഏജൻസിയുടെ ആളുകൾ എന്ന നിലയിലാണ് അദ്ദേഹത്തെ അടക്കം അവർ പറയുന്നത്. മുഖ്യമന്ത്രി പറയുന്നു അദ്ദേഹം വിചാരിച്ചത് മാധ്യമപ്രവർത്തകരുടെ കൂടെ വന്നതാണ് എന്ന്. അതായത് ഞാൻ വേറെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ശ്രീ TK ദേവകുമാറിന്റെ മകൻ, അയാൾ എന്ത് കപ്പാസിറ്റിയിലാണ് ഹിന്ദു ദിനപത്രവുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ വേണമെന്ന് പറയുന്നത്? അയാൾക്ക് ഹിന്ദു ദിനപത്രത്തിന്റെ കൺസൾട്ടൻസി ഉണ്ടോ? ഹിന്ദു ദിനപത്രം അയാളെ സമീപിച്ചിട്ടുണ്ടോ ഒരു ഇന്റർവ്യൂ വേണമെന്ന്? ഇനി അത് മാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെ ഒരു ഔദ്യോഗിക കൺസൾട്ടന്റ് ആണോ ഈ TK ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യൻ? അല്ലല്ലോ. സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ റിലയൻസിന്റെ സ്റ്റാഫാണ്. റിലയൻസ് പണം മുടക്കിയിരിക്കുന്ന കൈസൺ PR ഏജൻസിയുടെ സ്റ്റാഫാണ്. ആ കൈസൺ PR ഏജൻസിയുടെ മേധാവിയും സുബ്രഹ്മണ്യനും കൂടി ചേർന്നാണ് ഈ ഇന്റർവ്യൂ തയ്യാറാക്കിയതെന്ന് പറഞ്ഞാൽ പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി പൈസ കൊടുക്കാതെ, പിണറായി വിജയന്റെ പൈസയ്ക്കല്ലാതെ അവർക്ക് തന്നെ വല്ല വട്ടുകൊണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ എടുത്ത് ഹിന്ദുവിന് കൊടുക്കാൻ? ഇനി അത് മാത്രമല്ല, ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ തെറ്റിപ്പോകാതെ ചെയ്യേണ്ട മറ്റ് 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഖലീജ് ടൈംസിന് ഈ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി. അതാരാ കൊടുത്തത്? അതും ഈ കൈസനാണ് കൊടുത്തതെന്ന് അമീർ ഹാഷ്മി എന്ന് പറയുന്ന ഈ കൈസണിന്റെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് വക്താവ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന്റെ പോസ്റ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. സെപ്റ്റംബർ 13 നിഷ ഡൽഹിയിൽ മാധ്യമപ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണല്ലോ. സെപ്റ്റംബർ 13 ഈ കൈസൺ ഒരു പത്രക്കുറിപ്പ് കേന്ദ്രത്തിലെ ദേശീയ തലത്തിലെ മാധ്യമങ്ങൾക്ക് കൊടുക്കുകയുണ്ടായി. എന്താണ് അതിന്റെ കണ്ടന്റ്? അതിന്റെ കണ്ടന്റ് ഇതേ മലപ്പുറത്തെ ഗോൾഡ് സ്മഗ്ലിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സെപ്റ്റംബർ 21 കേരളത്തിലെ മുഖ്യമന്ത്രി 1 മണിക്കൂർ 40 മിനിറ്റ് പത്രസമ്മേളനം കേരളത്തിൽ നടത്തി. അപ്പോഴും കണക്ക് ഇതേ കണക്ക് തന്നെയാണ്. സെപ്റ്റംബർ 29 ദ ഹിന്ദുവിന് ഇതേ കൈസൺ തയ്യാറാക്കിയ ഇന്റർവ്യൂവിൽ ആ കണക്ക് വരുമ്പോൾ പിന്നെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്ന നരേറ്റീവ് എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ പാഴൂർ പഠിപ്പുര വരെ പോകണോ? അതും മാത്രമല്ല, ഇപ്പൊ ഈ TK ദേവകുമാറിന്റെ മകനെന്ന് പറഞ്ഞല്ലോ, ശ്രീ TK ദേവകുമാർ
കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് വിവാദമായപ്പോൾ ഡിലീറ്റ് ചെയ്തു. എന്തായിരുന്നു ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നതെന്നറിയോ? ഇതേ എക്കണോമിക് ടൈംസിന്റെ, ഇതേ ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റ്, ഈ രാജ്യദ്രോഹ കുറ്റത്തിന് വേണ്ടി മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് TK ദേവകുമാർ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. പക്ഷെ വിവാദമായപ്പോൾ അത് ഡിലീറ്റ് ചെയ്യുകയുണ്ടായി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തികച്ചും യാദൃശ്ചികമായി സംഭവിച്ചതായി കണക്കാക്കിക്കൊള്ളണം എന്നാണ് ഇപ്പൊ പാർട്ടി പറയുന്നത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ കഥയിലെ കഥാപാത്രങ്ങളും കഥകളും മുഴുവൻ യാദർശികവും സാങ്കല്പികവും മാത്രമാണ് എന്ന് CPM-ന്റെ മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും വന്നു പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാൻ പാകത്തിന് മണ്ടന്മാരല്ല കേരളത്തിൽ ഈ കഥ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുജനം എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ സുബ്രഹ്മണ്യന്റെ മുഖ്യമന്ത്രിയുടെ മ്യൂച്വൽ ഫണ്ടായ കൈസന്റെ മുതലാളി വിനോദ് ഖണ്ടയെ അവിടെ വിളിച്ചു വരുത്തി ഈ മുഖ്യമന്ത്രി പറയുന്നൊന്ന് കേൾപ്പിച്ചു കളയാമെന്ന് സുബ്രഹ്മണ്യം വിചാരിച്ചു എന്നതൊക്കെ ആയിരിക്കും മുഖ്യമന്ത്രിയും CPM-ഉം ഉദ്ദേശിക്കുന്നത്. എന്ത് നിരർത്ഥകമായ വാദഗതികളാണ് ഈ CPM ഇവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് രണ്ടുപേർ ആദ്യമേ വന്നിരുന്നുവെന്നും അവർ ഒരു PR ഏജൻസിയുടെ ഏജന്റുമാരാണെന്നും അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഈ ഇന്റർവ്യൂ കൊടുക്കുന്നത് എന്നും ഹിന്ദു ദിനപത്രം ഇവർ അംഗീകരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ട് അത് ഇവർ അംഗീകരിക്കില്ല, പക്ഷെ ബാക്കിയുള്ളത് മുഴുവൻ അംഗീകരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ മാന്യതയെ ചോദ്യം ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം? പിന്നെ ശ്രീ ജയ്ക്ക് ഇവിടെ വല്ലാതെ അങ്ങ് പ്രകോപിതനായതുകൊണ്ട് ഞാൻ അത്ര പ്രകോപിതനാകാൻ ആഗ്രഹിക്കുന്നില്ല. അതല്ലേ ബാക്കിയുള്ള കാര്യം. അങ്ങനത്തെ അത് കാണാതെ പ്രകോപിതനാവല്ലേ ശ്രീ ജയ് പ്രകോപിതനാവല്ലേ? ഞാൻ പറയാം, എനിക്ക് താങ്കളുടെ അവസ്ഥ താങ്കളുടെ പ്രകോപനത്തിനൊന്നും എന്റെ അവസരത്തിൽ ഞാൻ പറയട്ടെ, താങ്കളുടെ അവസരത്തിൽ ഞാൻ എന്റെ അങ്ങനെയാണ് ഒറ്റ ചോദ്യം ഞാൻ അങ്ങ് പറയട്ടെ. ഞാൻ ചോദിക്കാം. അല്ല, ഞാൻ ജയിക്കിനോട് ചോദിക്കാം. ജയിക്ക് പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ജെയ്സി തോമസ് നിങ്ങൾ അംഗീകരിക്കുന്ന വാർത്താക്കുറിപ്പ് ഹിന്ദു ഒരു അപ്പോളജി കൊടുത്തു, തീർച്ചയായിട്ടും ഹിന്ദു അപ്പോളജി കൊടുത്തു എന്ന വാർത്താക്കുറിപ്പ് നിങ്ങൾ അംഗീകരിക്കുന്നു. അപ്പൊ ആ വാർത്താക്കുറിപ്പിന്റെ ആദ്യത്തെ വരി ഒരു PR ഏജൻസിയാണ് തങ്ങളെ സമീപിച്ചത് എന്നും ആ PR ഏജൻസിയുടെ 2 PR ഏജന്റുമാർ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ ഉണ്ടായിരുന്നുവെന്നും അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ എക്സ്ട്രാ എഴുതി വിട്ട ആ കാര്യങ്ങൾ എഴുതിയത് എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് അമാന്യമായി ഒന്നും തോന്നുന്നില്ലേ? അതോ അതും മാന്യതയുടെ ലക്ഷണമാണോ? അതിലവർ അപ്പോളജി പറഞ്ഞിട്ടില്ല, താഴത്തെ ഭാഗം മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. അത് പറഞ്ഞല്ലോ അദ്ദേഹം. അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. അത് അമാന്യമായി തോന്നുന്നില്ലേ എന്നാണ് ചോദിച്ചത്. അത് അമാന്യമായി തോന്നുന്നില്ലേ എന്നാണ് ചോദിച്ചത്. 2 PR ഏജന്റുമാർ ഒരു PR ഏജൻസിയുടെ പ്രതിനിധികളായി യൂത്ത് കോൺഗ്രസ് പ്രതിനിധിയുടെ ചോദ്യം കേട്ടാ അദ്ദേഹം 2 ദിവസമായിട്ട് ഈ നാട്ടിലെങ്ങും ഇല്ലായിരുന്നു തോന്നും. ഇതിനെ സംബന്ധിച്ച് തന്നെയല്ലേ ഇന്നും ഇന്നലെയും ഒക്കെയായി മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും നമ്മുടെ നാട്ടിൽ മറ്റ് സംവാദങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ആരെയെങ്കിലും PR ഏജന്റായി തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം ശരി വർക്കിക്ക് മനസ്സിലാവാനായിരിക്കും. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഹിന്ദു ദിനപത്രം വളരെ മാന്യമായ പത്രമാണ്, അവർ മാന്യമായി മാപ്പ് പറഞ്ഞല്ലോ എന്ന്. പക്ഷെ ഈ ആദ്യ ഭാഗം ഒരുപക്ഷെ അറിഞ്ഞുകൂടാ, അവർ വായിക്കുന്നില്ലായിരിക്കും. പക്ഷെ അതുകൂടി അല്ലെങ്കിൽ മാന്യമായിട്ട് അവർ സത്യം പറഞ്ഞു എന്നും ആവാം, അങ്ങനെയും വായിക്കാം. ശരി അപ്പൊ ഞാൻ അത് ബാക്കി പൂർത്തീകരിച്ചോളാം. ജയിക്കിന്റെ ഉത്തരം ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായി നിലപാടുണ്ട്. ഹിന്ദു പറയട്ടെ. ശരി ഞാൻ പൂർത്തീകരിക്കാൻ പറ്റും. ശരി എന്റെ ശ്രീ ജയിക്കെ, അതായത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയാത്ത കാര്യം 2 PR ഏജന്റുമാർ എഴുതി കൊടുത്ത് ഹിന്ദു പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോ ഇത്രയധികം ഗുരുതരമായ വർഗീയ പരാമർശം ഉണ്ടായിട്ട് അത് ഹിന്ദു പറയട്ടെ, ഇല്ലെങ്കിൽ ആ കൈസൻ PR ഏജന്റുമാർ ഞങ്ങൾക്ക് ആരാണ് എന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആരോടാണ് ഇതൊക്കെ പറയുന്നത്? ഈ സാമാന്യ ജനത്തിന് സാമാന്യ ബോധമില്ല എന്ന ഓർത്താണോ നിങ്ങൾ ഇരിക്കുന്നത്? അതായത് ഒരു PR ഏജൻസി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ഇടയിലേക്ക് വർഗീയ പരാമർശം കുത്തിക്കയറ്റിയിട്ട് അവർക്കെതിരെ കേസെടുക്കില്ല, അവർക്കെതിരെ അന്വേഷണം വേണ്ട, അത് ഹിന്ദു വിശദീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരോടാ ഇത് പറയുന്നത്?
ഇത് സാമാന്യ ജനത്തിന് സാമാന്യ ബോധമില്ലാതെ ഇതുവല്ലം വിശദീകരിച്ചാൽ ഇത് ആരോടെ പറയുന്നത്? ഇനി അതവിടെ നിൽക്കട്ടെ. ഇവിടെ ജയ്ക്ക് കുറെ അധികം കാര്യങ്ങൾ, ഇവിടെ കോൺഗ്രസ് എന്തോ മാപ്പ് പറഞ്ഞില്ല. എന്തിനാണ് സാർ കോൺഗ്രസ് മാപ്പ് പറയേണ്ടത്? ഇത് ആരാണ് ഈ ഖുറാനിന്റെ കള്ളക്കടത്തിന്റെ കാര്യം പറഞ്ഞത്? ആരാണ്? ഞങ്ങളാണോ പറഞ്ഞേ? ഖുറാൻ കള്ളക്കടത്തിന്റെ കാര്യം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി. ആര്? 112 ദിവസം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ജയിലിൽ കിടന്ന ശിവശങ്കരൻ. ആ ശിവശങ്കരന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി അതാരാണ്? ഈ ശിവശങ്കരൻ തന്നെ ഇടപെട്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട്, സർക്കാരിന്റെ തന്നെ ഒരു സംവിധാനത്തിൽ പെടുത്തിക്കൊണ്ട് പ്രൈസ് വാട്ടേഴ്സ് ഹൗസ് കൂപ്പറിൽ ജോലി മേടിച്ചു കൊടുത്ത് കൺസൾട്ടന്റ് ആയി ജോലി ചെയ്ത ഒരു സ്ത്രീ വന്നിട്ട് ഖുറാനിൽ കള്ളക്കടത്ത് നടത്തിയെന്നും അവരുടെ കൂട്ടുകാരനായ സന്ദീപ്, ആ സന്ദീപിനോട് സെറ്റിൽമെന്റ് ഡോക്ക് നടത്തിയതാരാ? ഈ മുഖ്യമന്ത്രി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ADGP അജിത് കുമാർ. കൊറോണയുടെ അതിമൂർധന്യാവസ്ഥയിൽ സംസ്ഥാനം മുഴുവൻ ലോക്ക്ഡൌൺ ആയിരുന്നപ്പോൾ ആ സ്ത്രീക്ക് ബാംഗ്ലൂരിലേക്ക് കിടക്കാൻ സഹായം ചെയ്തു കൊടുത്താരാ? കേരള പോലീസും ADGP അജിത് കുമാറും. അവർ പറഞ്ഞത് എന്താ? കേരളത്തിന്റെ മന്ത്രിസഭയിലെ 3 മന്ത്രിമാർ, ആ 3 മന്ത്രിമാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മാനനഷ്ട കേസിന് പോലും പോകാത്ത LDFന്റെ നേതാക്കന്മാരുള്ള ഈ നാട്ടിൽ ആ സ്ത്രീ പറഞ്ഞ ഖുറാനിലെ കള്ളക്കടത്തിന്റെ കാര്യവും ഈ ശിവശങ്കരന്റെ 112 ദിവസത്തെ സ്വർണ്ണക്കടത്തിന്റെ കാര്യവും ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നിട്ടില്ല. അതിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തിട്ടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് നടത്തുന്നുവെന്നും അത് P ശശിയാണ് ഏജന്റ് എന്ന് പറഞ്ഞതും LDFന്റെ MLA ആയിരുന്ന വ്യക്തിയാണ് എന്ന് പറയുമ്പോ അവിടെയാണ് RSSും CPM തമ്മിലുള്ള അന്തർധാരയെ പറ്റി ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അവിടെ നിൽക്കട്ടെ. ഇവിടെ പച്ചക്കൊള്ളം പച്ച നുണ സത്യമാണ് എന്നൊക്കെ പറയണല്ലോ. ഈ നമ്മുടെ ഈ സത്യാനന്തര ലോകം ഇപ്പൊ ഒന്നാമത് യൂട്യൂബ് ചാനൽ നിർത്തിയല്ലോ, സത്യാനന്തര ലോകം. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യം ഇപ്പൊ മനോരമ മാത്രമല്ലല്ലോ സാർ പ്രസിദ്ധീകരിച്ചത്, മാതൃഭൂമി പ്രസിദ്ധീകരിച്ചായിരുന്നല്ലോ. എന്നിട്ട് ആ മാതൃഭൂമിയുടെ മുതലാളിയെ LDF യോഗത്തിൽ നിന്ന് അങ്ങ് പുറത്താക്കാൻ പാടില്ലായിരുന്നോ? നിങ്ങൾ കുറെ കുടുംബക്കാരെയും കുറെ മാധ്യമ മേധാവിമാരെയും കുറിച്ച് പറഞ്ഞല്ലോ. NJJക്ക് മുഖ്യമന്ത്രിക്ക് യാതൊരു വിധത്തിലുള്ള ധൈര്യവും ഇല്ലായിരുന്നോ? ആ LDF യോഗം കൂടിയപ്പോ ആ മാതൃഭൂമിയുടെ മുതലാളിയെ വിളിച്ച് താനൊക്കെ എന്താണോ ഉണ്ടാക്കുന്നേ, തന്നെ ഒന്നും LDFന് ആവശ്യമില്ല, തന്റെ പത്രത്തിൽക്കിടെ താൻ ഞങ്ങളെ അങ്ങ് ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട എന്ന് പണ്ട് ഗോപാലകൃഷ്ണനോട് പറഞ്ഞതുപോലെ അങ്ങ് പറയാൻ മേലായിരുന്നോ? ഇന്ത്യയെ പറയാത്തത്? കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ എല്ലാം റിപ്പോർട്ട് ചെയ്തല്ലോ. പിന്നെ സത്യാനന്തര ലോകത്തെ കുറിച്ചൊക്കെ പറയുമ്പോ എന്റെ ജയിക്കെ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒന്ന് പറഞ്ഞതാണ്. ഏത്? മറിയക്കുട്ടി ചേട്ടത്തിയുടെ ഭൂമിയുടെ കേസ്. സത്യാനന്തര ലോകത്തിലെ കഥ പറഞ്ഞ് എങ്ങനെയാണ് മാപ്പ് അപേക്ഷിച്ചതെന്ന് കേരള ജനത കണ്ടതാണ്. കേസ് പോയപ്പോ ഹൈക്കോടതിയിൽ നിന്ന് ഒരു പ്രതികൂല വിധി ഉണ്ടാകുമെന്ന ഘട്ടമെന്നപ്പോ ഉടനെ മാപ്പിരുന്നു. ഞങ്ങൾ പറഞ്ഞത് തെറ്റിപ്പോയി. കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ അമ്മ മരിച്ചുപോയി. എപ്പോഴാ? കവിയൂർ പൊന്നമ്മയുടെ ഓർമ്മക്കുറിപ്പ് എഴുതുമ്പോ ഒരു പച്ച നുണയും പച്ചക്കള്ളവും ഒരു ഉളുപ്പുമില്ലാതെ സത്യാനന്തര ലോകത്തിലൂടെ തള്ളിവിടാൻ ശ്രമിച്ചിട്ട് പിറ്റേ ദിവസം നാണോ ഉളുപ്പില്ലാതെ ക്ഷമ പറയേണ്ടി വന്ന ആളുകൾ ഇവിടെ വന്ന് ഈ മാധ്യമ ധർമ്മത്തെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവിടെ ഒരൊറ്റ കാര്യം വളരെ വ്യക്തമാണ്. ചോദ്യം കിട്ടാത്ത ഉത്തരവും അത് തന്നെയാണ്. മുഖ്യമന്ത്രി PR ഏജൻസിയിലൂടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ PR ഏജൻസിയുടെ നേതാക്കന്മാരാണ് മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിൽ ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ ഖലീജ് ടൈംസിന് ഈ മുഖ്യമന്ത്രി കേസെടുക്കാൻ പറ്റില്ലെങ്കിൽ ഈ ജയിക്കിനൊന്നും ഒരു കേസ് ഒറ്റ കാര്യം നിഷ ഇതും കൂടെ പൂർത്തീകരിക്കട്ടെ. ഈ ജയിക്കിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടൊന്നും യാതൊരു സ്നേഹവും ഇല്ല. കാരണം എന്താ? ഈ മുഖ്യമന്ത്രി അപമാനിക്കാൻ ശ്രമിച്ച കൈസൺ PR ഏജൻസി, ആ ഏജൻസിക്കെതിരെ ഒരു പരാതി കൊടുക്കാൻ കേരളത്തിലെ DYFI CPM ഒന്നും തയ്യാറായില്ല. യൂത്ത് കോൺഗ്രസേ ഉണ്ടായുള്ളൂ. യൂത്ത് കോൺഗ്രസ് DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. കേസ് എടുക്കാൻ പറ്റുമെങ്കിൽ അത് ഇപ്പൊ ഇവിടെ പറഞ്ഞത് PR ഏജൻസിയുടെ കാര്യമാണ്. ഈ മാന്യതയുള്ള ഹിന്ദു ദിനപത്രം മെയ് 5 2020 ഞാനൊന്ന് പറയട്ടെ. മെയ് 5 2021 ഈ മാന്യതയുള്ള ഹിന്ദു ദിനപത്രമാണ് പറഞ്ഞത്. മൈത്രി എന്ന അഡ്വർടൈസിംഗ് ഏജൻസിയാണ് ഈ LDFനെ കഴിഞ്ഞ പ്രാവശ്യം സർക്കാരിൽ കൊണ്ടുവന്നതെന്ന് ഈ മാന്യതയുള്ള ഹിന്ദു ദിനപത്രം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അമാന്യമാണോ? പിന്നെ ഇവിടെ ഏതെങ്കിലും ഒരു അഡൽസൊള്ളി ഫിലിമിന്റെ കാര്യം പറയുമ്പോൾ എറണാകുളം CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടറിയുടെ അഡൽസൊള്ളി ഫിലിം പിടിച്ച് പുറത്തേട്ട് വിട്ട് ജില്ലാ സെക്രട്ടറിക്ക് പുറത്തേണ്ടി വന്ന പാർട്ടിയാണ് നിങ്ങൾ. ജില്ലാ സെക്രട്ടറിയുടെ അഡൽസൊള്ളി ഫിലിം
എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വച്ച് പിടിച്ച പാർട്ടിക്കാരാണ് ഇവിടെ ഒന്ന് അടൽസൊള്ളി ഫിലിമിന്റെ കാര്യം പറഞ്ഞത്. നാണമില്ലേ ജയിക്ക്? നാണമില്ലേ? അടൽസൊള്ളി ഫിലിം പിടിച്ചതിന്റെ പേരിൽ എറണാകുളം ജില്ലാ സെക്രട്ടറി ഗോപി കോട്ടമുറിക്കൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പാർട്ടിയുടെ പ്രതിനിധി എന്ന് ഇവിടെ പറയണോ? അടൽസൊള്ളി ഫിലിം പാർട്ടിയുടെ നടുത്തളത്തിൽ ജില്ലാ സെക്രട്ടറിയുടെ കസേരയിൽ ഇരുന്ന് അടൽസൊള്ളി കാണിച്ച ജില്ലാ സെക്രട്ടറിയുള്ള പാർട്ടിയുടെ പ്രതിനിധി അത് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത പാർട്ടിക്കാരുള്ള പാർട്ടി പ്രതിനിധി ഇവിടെ വന്ന് അടൽസൊള്ളി ഫിലിമിന്റെ കാര്യം പറയല്ലേ? ഇനി രണ്ടാമത്തെ കാര്യം RSSന്റെ ബന്ധം ഒന്ന് പറയട്ടെ. ഇടപാടുകൾ, ആ ഇടപാടുകളിൽ ഒരു അന്വേഷണവും വേണ്ട എന്ന സർക്കാർ നിലപാട് എന്തുകൊണ്ടായിരിക്കും? അതായത് ഖലീജ് ടൈംസ് കൈസൻ ആണ് ആ ഇന്റർവ്യൂ എടുത്തു കൊടുത്തതെന്ന് പറഞ്ഞാൽ കേസില്ല. ഇവിടെ PR ഏജൻസിയാണ് ഈ വർഗീയ പരാമർശം നടത്തിയതെന്ന് പറഞ്ഞാൽ കേസില്ല. കൈസന്റെ 2 ഏജന്റുമാർ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലേക്ക് അനധികൃതമായി വന്നു എന്ന് പറഞ്ഞാൽ കേസില്ല. അതൊക്കെ മാന്യതയുടെ പ്രതീകങ്ങളാണ്. ഹിന്ദു ദിനപത്രം നടത്തിയ മാന്യതയാണ് എന്ന് പറഞ്ഞാൽ ആര് സമ്മതിക്കാനാ? പിന്നെ ഇവിടെ RSSന്റെ കാര്യം പറഞ്ഞു. പ്രിയപ്പെട്ട ജയിക്ക്, RSS മേധാവികളെ കണ്ട് മണിക്കൂറുകളോളം ചർച്ച നടത്തിയ ആള് ഇന്ന് ലോ ആൻഡ് ഓർഡർ ADGP ആയിട്ട് ഇവിടെ ഇരിക്കുക. മുഖ്യമന്ത്രിയുടെ കസേരയുടെ താഴെ ഇപ്പോഴും RSSന്റെ പ്രതിനിധിയായി ലോ ആൻഡ് ഓർഡർ ADGP ഇരിക്കുക. പിന്നെ ഈ മുഖ്യമന്ത്രി 77-ൽ ആദ്യമായി നിയമസഭയിൽ വന്നപ്പോ ജനസംഘക്കാര് ട്രാൻസ്ലേറ്റ് കൊടുത്തിട്ടാണ് ജനസംഘക്കാരെ പോസ്റ്റ് ഒട്ടിക്കാൻ പോയ പിണറായി വിജയന്റെ. ഓർക്കുന്നില്ലേ? ഇവിടെ ആകെ LK അദ്വാനി BJPയുടെ അല്ലാത്ത ഒരു ഇലക്ഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തെങ്കിൽ LDF നേതാവ് ശിവദാസ മേനോന്റെ ആ പ്രസംഗം കൺവേർട്ട് ചെയ്തത് ഓരോചകമല. ഇതൊക്കെ ചരിത്രമാണ് ജയിക്കെ. LDFന്റെ നാഗ്പൂർ കാര്യാലയത്തിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശത്തിനനുസരിച്ച് ഭരിക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പ്. ആ ആഭ്യന്തര വകുപ്പിന് കീഴിലെ കുറെ ആളുകൾ വന്ന് RSS ബന്ധത്തിന്റെ പേരിൽ ഇവിടെ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ വന്നാൽ ആര് സമ്മതിക്കാനാണ്? അത് തന്നെയാ പറഞ്ഞത്. ജയ് ഹിന്ദിന്റെ കാര്യം പറഞ്ഞ പോലെ ആ അടൽസൊള്ളി ഫിലിം ഉണ്ടല്ലോ, CPM എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിലെ അടൽസൊള്ളി ഫിലിം അത് പുറത്തേട്ട് വിട്. പാർട്ടിക്കാർ പിടിച്ചിട്ട് ജില്ലാ സെക്രട്ടറി പുറത്തേട്ട് പോയ ഒരു അടൽസൊള്ളി ഫിലിമില്ലേ, ആ അടൽസൊള്ളി ഫിലിം പുറത്തേട്ട് വിട്. ബാക്കി അപ്പോൾ സമ്മതിക്കാം, ബാക്കി അപ്പോൾ പറയാം. അടൽസൊള്ളി ഫിലിമിന്റെ കാര്യമൊക്കെ പറഞ്ഞാൽ പിന്നെ ഇവിടെ ഇടതുപക്ഷക്കാര് പുറത്തേട്ട് പോയപ്പോൾ ആരോപണം ഉന്നയിച്ചു. ഏതാ ഇടതുപക്ഷക്കാരി? ഇടതുപക്ഷക്കാരി പുറത്തേട്ട് പോയപ്പോ ആരോപണം ഉന്നയിച്ചു. ഏതാ ഇടതുപക്ഷക്കാരി? സ്വപ്ന സുരേഷ്. വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞത് സ്വപ്ന സുരേഷ്. ഇടതുപക്ഷക്കാരി പുറത്തേട്ട് പോയപ്പോ ആരോപണം. നാണാവില്ല ജയിക്കെ, നാണം ഉളുപ്പും വേണ്ടേ? സ്വപ്ന സുരേഷിനെ പോലെ ഒരു ഫ്രോഡിനെ ഇടതുപക്ഷക്കാരി എന്ന് വിളിക്കാൻ നാണം ഉളുപ്പും വേണ്ടേ? ആ നാണം ഉളുപ്പില്ലാത്ത ഒന്നും കേൾക്കാൻ കഴിയില്ല. ദുരൂഹമായി ഈ കാര്യങ്ങളിലെല്ലാം ഇടപെടുന്ന PR ഏജൻസിയെ കുറിച്ച് എന്തുണ്ട് അന്വേഷണം എന്നുള്ളതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് ഒരു ഉത്തരവും ഇതുവരെ ലഭിക്കുന്നില്ല.